ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് രണ്ട് ന്യൂസ് പേപ്പർ കമ്പൈൻ ചെയ്ത് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, സൺഡേയും മൺഡേയും. അപ്പോൾ മൺഡേയിലെ ന്യൂസ് പേപ്പർ ആദ്യം ഡിസ്കസ് ചെയ്യാം. നമ്മൾ എഡിറ്റോറിയൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും ഇലക്ഷൻ ഓവർ ഹാങ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അപ്പൊ ഇത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ, ഈ എഡിറ്റോറിയലിന്റെ എക്സാക്ട് കണ്ടന്റിനെ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് യൂസ്ഫുൾ എന്ന് പറയുന്നത് ഇതിൽ മെയിൻ ആയിട്ട് 2-3 ഇൻഡെക്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ ഒരു ഇൻഡെക്സ് ഉണ്ട്, കോർ സെക്ടർ ഇൻഡസ്ട്രീസ്. കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മന്ത്ലി വരുന്ന ഒരു എഡിറ്റോറിയലാണ്, എല്ലാ മന്ത്ലി റെക്കറിംഗ് ആയിട്ട് എഡിറ്റോറിയൽ വരും. കാരണം വെച്ചാൽ കോർ സെക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ മൊത്തം ഗ്രോത്തിന്റെ അല്ലെങ്കിൽ മൊത്തം ഇന്ത്യയുടെ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷന്റെ 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോർ സെക്ടേഴ്സ് ആണ്. മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് ആണ് IIP എന്ന് പറയുന്നത്. ഇത് ഗവൺമെന്റ് ഇൻഡെക്സ് ആണ്. പ്രൈവറ്റ് ഒരു ഇൻഡെക്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്, പ്രൈവറ്റ് ഇൻഡെക്സിനെ കുറിച്ച്. സത്യത്തിൽ ഈ എഡിറ്റോറിയൽ 2-3 ഇൻഡെക്സുകളെ കുറിച്ചാണ്. ഒന്ന് കോർ സെക്ടർ ഇൻഡസ്ട്രീസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ്, രണ്ടാമത് താഴോട്ട് വരുമ്പം ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ആസ് എ ഹോൾ അതിന്റെ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ഇൻഡെക്സ്. ഗവൺമെന്റിന് IIP ആണ്, ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അത് റിലീസ് ആയിട്ടില്ല, ഈ മാസം റിലീസ് ആയിട്ടില്ല. പക്ഷേ അതിന്റെ ഒരു പ്രൈവറ്റ് ഇൻഡെക്സ് ഉണ്ട്, PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അതിനെക്കുറിച്ചും ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് ഇൻഫ്ലേഷന്റെ ഒരു കമ്പോണന്റ് വരുന്നുണ്ട്. ഇത് മൂന്നാണ് ഈ എഡിറ്റോറിയലിന്റെ ഒരു എന്താ പറയുന്ന ഒരു സിനോപ്സിസ് അടിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയേണ്ടത്. ഒന്ന്, കോർ സെക്ടർ ഇൻഡസ്ട്രീസ്. രണ്ട്, ഈ മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൈവറ്റ് ഇൻഡെക്സ് ആയ PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. 3, ഇൻഫ്ലേഷന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അത് ഇൻഡസ്ട്രീസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു ഡിസ്കഷനും അതിന്റെ എൻഡിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്താണെന്ന് നോക്കും. ഞാൻ പറഞ്ഞു മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള IIP ആണ്. ആ IIP-യിൽ 40% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോർ സെക്ടേഴ്സ് ആണ്. IIP-യുടെ 40%. കോർ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എഴുതിയിടാൻ നിന്ന 8 എണ്ണം ഉണ്ട്. ഞാൻ അത് 8 കൂടെ എഴുതാൻ എനിക്ക് ടൈമില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് പറയാം. സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രൊഡക്ട്സ്. ഈ 8 എണ്ണമാണ്. സ്റ്റീല്, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രൊഡക്ട്സ്. ഇത് 8 കോർ സെക്ടർ ഇൻഡസ്ട്രീസ്. അതുകൊണ്ട് തന്നെയാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. മിക്കവാറും ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ എല്ലാ ഇൻഡസ്ട്രീസും ഇതിന്റെ അകത്താണ് വരുന്നത്. ഇവര് വികസിച്ചാൽ മാത്രമേ മറ്റ് മേഖലയിൽ വികസനം ഉണ്ടാവും. സ്റ്റീല് എല്ലാത്തിനും വേണ്ടതല്ലേ, സിമെന്റ് എല്ലാത്തിനും വേണ്ടതല്ലേ, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ വല്ല കാര്യം വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രി റൺ ചെയ്യോ? അതുകൊണ്ടാണ് അവരെ കോർ എന്ന് പറയുന്നത്. അതുപോലെ റിഫൈനറി പ്രോഡക്ട്സ്, നമ്മളെ പെട്രോളിയായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് അവരെ കോർ സെക്ടർ ഇൻഡസ്ട്രീസ്. ഈ കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ ഒരു കുറച്ച് നാളത്തേക്ക് ഇത് എടുത്ത് നോക്കിയാൽ അതില് ഏതാണ്ട് ഒരു 5-6 മാസത്തെ ഏറ്റവും കുറവാണ് കഴിഞ്ഞ ജൂണിൽ രേഖപ്പെടുത്തിയത്. 4% ആയിട്ട് കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ആക്ച്വലി ആ ഒരു ഫിഗറിലൊന്നും വലിയ കാര്യമില്ല. 4% ആയിട്ട് കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത് അത് കുറയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. അത് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്തിനെ അത് ബാധിക്കും. മനസ്സിലായോ? അപ്പം പിന്നെ അതിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കുറയാനുള്ള കാരണം എന്താണ്, പെട്രോളിയം ഡിമാൻഡ് കുറയാനുള്ള കാരണം എന്താണ്, പിന്നീട് സ്റ്റീലിന്റെ ഡിമാൻഡ് കുറയാനുള്ള കാര്യം എന്താണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എടുത്ത് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു റക്കറിംഗ് ആയിട്ടുള്ള പ്രതിഭാസമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ കോർ സെക്ടർ മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ മന്ത്ലിയും ഇതിന്റെ ഈ 8 ഇൻഡസ്ട്രീസിൽ ഏതെങ്കിലുമൊക്കെ ഗ്രോ ചെയ്യും, ഏതെങ്കിലുമൊക്കെ ഡീസലറേറ്റ് ചെയ്യും. അപ്പം ഇപ്പോഴത്തെ സ്റ്റീൽ ഇപ്പോൾ ഡിമാൻഡ് കുറവാണെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് മന്തിൽ സ്റ്റീലിനായിരിക്കും ഡിമാൻഡ് കൂടുതൽ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സെക്ടറിന്റെ സെക്ടറൽ പ്രോബ്ലം എടുത്ത് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അടുത്ത മാസം അതിൽ ആ പ്രോബ്ലം മാറും. അതുകൊണ്ടാണ് ഇത് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറയേണ്ട ആവശ്യമുള്ളത്. ഇപ്പൊ സ്റ്റീലിന്റെ ഡിമാൻഡ് കഴിഞ്ഞ മാസം കുറയാനുള്ള റീസൺ, അല്ല ജൂണിൽ കുറയാനുള്ള റീസൺ എന്താണെന്ന് പറയുമ്പോൾ, at that time there was heavy heat waves in many parts of India, especially northern part of India was experiencing heat waves. അപ്പൊ ഹീറ്റ് വേവ്സ് നടക്കുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുമോ? മെയിൻലി കൺസ്ട്രക്ഷൻ അല്ലേ സ്റ്റീൽ വേണ്ടത്. അപ്പൊ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കൂല. അപ്പൊ സ്റ്റീലിന്റെ ഡിമാൻഡ് അവിടെ കുറഞ്ഞു, സിമെന്റിന്റെ ഡിമാൻഡും അവിടെ കുറയും. കാര്യം എന്താണ്? കൺസ്ട്രക്ഷൻ കുറവായതുകൊണ്ട്. ഇലക്ട്രിസിറ്റി ജനറേഷൻ ഒരുപക്ഷെ കൂടാം. കാര്യം എന്താണ്? അപ്പോൾ ഹീറ്റ് വേവ് ആയതുകൊണ്ട് എല്ലാവരും AC-യും ഫാനും കൂളറും അങ്ങനെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കൂടുക. അങ്ങനെ സീസണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ സ്വാധീനിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളത്തെ അത്യാവശ്യം കുറഞ്ഞ ഗ്രോത്ത് റേറ്റ് ആണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് കഴിഞ്ഞ മാസം കാണിച്ചത്. അതിനെക്കുറിച്ച് അതിൽ ഓരോരോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീലിന്റെ, സിമെന്റിന്റെ, ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ
ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് തൊട്ടടുത്ത മാസം എത്രയായിരുന്നു, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് തൊട്ടടുത്ത അതെങ്ങനെയാണെന്ന് പറയുന്നത് ഇയർ ഓൺ ഇയർ എന്നും പറയും. അവർ ഈ രണ്ട് രീതിയിൽ നോക്കും. ഇപ്പൊ സ്റ്റീലിന്റെ തന്നെ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ YOY എന്ന് പറയാം. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എത്ര ഗ്രോ ചെയ്തു, കഴിഞ്ഞ വർഷം ജൂണിനെ അപേക്ഷിച്ച് ഈ വർഷം ജൂൺ എത്ര ഗ്രോ ചെയ്തു അല്ലെങ്കിൽ എത്ര കുറഞ്ഞു. പിന്നെ സീക്വൻഷ്യൽ നോക്കും. സീക്വൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേര് തന്നെ ഉണ്ട്, മെയ് കഴിഞ്ഞിട്ടാണല്ലോ ജൂൺ വരുന്നത്. അപ്പൊ മെയ് അപേക്ഷിച്ച് ജൂണിൽ എത്ര ഗ്രോ ചെയ്തു അല്ലെങ്കിൽ ഡീസിലറേറ്റ് ചെയ്തു. അപ്പം സീക്വൻഷ്യലും പറയും ഇയർ ഓൺ ഇയറും പറയും. അതൊക്കെയാണ് ഇതിന്റെ അകത്ത് ഓരോന്നിന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൽ പോകേണ്ട ആവശ്യമില്ല. ഈ സാധനം ഇത്രയും മനസ്സിലാക്കിയാൽ. ഇനി താഴോട്ട് വരുമ്പം സെക്കൻഡ് പാരഗ്രാഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ PMI യെ കുറിച്ചാണ് പറഞ്ഞത്. PMI എന്താണ്? പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അതിന്റെ പേര് അങ്ങനെ വരെയുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അത് HSBC എന്ന് പറയുന്ന പ്രൈവറ്റ് ബാങ്ക് ആണ് അതിന്റെ കാൽക്കുലേഷൻ നടത്തുന്നത്. HSBC IIP ഉണ്ട്. ഇനിയിപ്പോ ഗവൺമെന്റിന്റെ IIP വരും. അത് ഗവൺമെന്റിന്റെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ ആണ് IIP പ്രിപ്പയർ ചെയ്യുന്നത്. അത് രണ്ട് സെയിം ആണ്. PMI IIP ഏതാണ്ട് സെയിം ആണ്. PMI എക്സാക്ട്ലി IIP ആണെന്ന് പറയാൻ പറ്റൂല. PMIയുടെ പേര് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. അതായത് എല്ലാ ബിഗ് കമ്പനീസിനും പർച്ചേസിംഗ് മാനേജേഴ്സ് കാണും. അവരാണ് ആ കമ്പനിക്ക് വേണ്ട റോ മെറ്റീരിയൽസ് അങ്ങനെയുള്ള പർച്ചേസസ് എല്ലാം നടത്തുന്നത്. ഈ പർച്ചേസിംഗ് മാനേജേഴ്സിന്റെ ഇടയിൽ ഒരു സർവേ നടത്തുമ്പോൾ ഈ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഈ പ്രവർത്തിക്കുന്ന കമ്പനികളാണല്ലോ ഇവര് എത്രത്തോളം പർച്ചേസസ് ആണ് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം നടത്തിയത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പർച്ചേസ് നടന്നപ്പോഴായിരിക്കും കൂടുതൽ ഡിമാൻഡ് ഉള്ള സമയത്ത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി മുകളിലേക്കാണോ താഴോട്ടാണോ എന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്യും. എനി ഫിഗർ more than 50 is taken as industrial growth. More than 50 മുകളിലുള്ള ഏത് ഫിഗറും ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 58.3 ആയിരുന്നു തൊട്ട് മുന്നത്തെ മാസം. അതിപ്പോ 58.1 ആയിട്ട് കുറഞ്ഞു. സത്യത്തിൽ ഇതൊരു ഭീകര ഗ്രോത്ത് ആണ്. 50ക്ക് മുകളിലുള്ള എല്ലാം ഗ്രോത്ത് ആണ്. അപ്പൊ 58 അല്ലെങ്കിൽ 15 എന്ന് പറഞ്ഞാൽ വലിയ ഗ്രോത്ത് ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കൺസേൺ എന്ന് വെച്ചാൽ മുമ്പ് 58.3 ആയിരുന്നു, 58.1 ആയിട്ട് കുറഞ്ഞു. അപ്പൊ കുറച്ച് കുറഞ്ഞു. അത് ഇനിയിപ്പോ ഫെസ്റ്റിവൽ സീസൺ ഒക്കെയാണ് വരുന്നത്. എന്നിട്ട് പോലും ഇപ്പം ഫെസ്റ്റിവൽ സീസൺ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അങ്ങോട്ട് ദീപാവലിയുടെ ഒക്കെ ഒരു സമയം ഇനി അങ്ങോട്ട് വരാൻ പോയാണ്. അപ്പം എന്നിട്ട് പോലും അപ്പൊ അവര് ഇൻവെന്ററി ശേഖരിച്ചു വെക്കുന്ന സമയമാണ്. എന്നിട്ട് പോലും കുറച്ച് അവർ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ടെപ്പിഡ് ഗ്രോത്ത് ആണ്. അപ്പൊ അതുകൊണ്ടല്ലേ ഈ 58.3 എന്നുള്ള സംഭവം 58.1 ആയിട്ട് കുറയാൻ കാരണം. അപ്പൊ അതുപോലെ ആ ഒരു ഫാക്ടർ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഗവൺമെന്റ് ഗ്രോത്ത് കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കൺസംഷൻ കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ബഡ്ജറ്റിലുള്ള എടുത്ത നടപടിയൊക്കെ പുറമെ ഇനിയും കൂടുതലായിട്ട് ഗവൺമെന്റ് ഭാഗത്ത് വേണ്ടി വരും. കാര്യം കൺസംഷൻ കൂടിയാലേ കമ്പനീസ് അവരെ ഇൻവെന്ററി ഒക്കെ കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് കോസ്റ്റിൽ ഈ സർവേ നടത്താൻ മനസ്സിലായ ഒരു കാര്യം, സാധനങ്ങൾ ഇൻപുട്ട് കോസ്റ്റ് കൂടുന്നു. സാധനങ്ങൾ ഇൻപുട്ട് കോസ്റ്റ് കൂടുമ്പം സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രീസ് കുറേയൊക്കെ അവരങ്ങ് അബ്സോർബ് ചെയ്യും. അവർ നമ്മളെ പോലുള്ള എൻഡ് കൺസ്യൂമേഴ്സിലേക്ക് അത് കൊടുക്കത്തില്ല. പക്ഷേ കഴിഞ്ഞ മാസങ്ങളിൽ അവർ ഈ ഇൻപുട്ട് കോസ്റ്റിൽ നല്ല വർധനം ഉണ്ടായതുകൊണ്ട് അവർ സാധനങ്ങളുടെ വില കൂട്ടി. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂട്ടി. അപ്പൊ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ കൂടും. അപ്പൊ അതിനെ കുറിച്ച് ലാസ്റ്റ് പറഞ്ഞു. സാധനങ്ങളുടെ വില കൂടി ഇൻഫ്ലേഷൻ കൂടത്തില്ലേ? അപ്പൊ ഇൻഫ്ലേഷൻ കൂടുന്നതിനെ കുറിച്ച് അവരത് പറയാൻ കാര്യം, ഞാൻ ഇന്നലത്തെ ഒരു ഡിസ്കഷനിൽ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷനിൽ പറഞ്ഞായിരുന്നു. മോണിറ്ററി പോളിസി കമ്മിറ്റി MPC, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MPC മോണിറ്ററി പോളിസി കമ്മിറ്റി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ 6 പേരാ ഉള്ളത്. 3 പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന്, 3 പേര് RBIയുടെ സൈഡിൽ നിന്ന്. അതിന്റെ ചെയർമാൻ RBIയുടെ ഗവർണർ ആണെന്നേ ഉള്ളൂ. അപ്പം അവര് മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടിയൊക്കെയാണ് ഇപ്പം. ഇന്നോട്ടാണ് കൂടുന്നത്. ഇന്നോ നാളെയോ കണ്ടു തൊട്ടാണ്. എന്തിനു വരുന്നത്? RBIയുടെ മോണിറ്ററി പോളിസി ഇഷ്യൂ ചെയ്ത്. RBIയുടെ മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫ്ലേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. കാര്യം സാധനങ്ങളുടെ വില പ്രൊഡ്യൂസേഴ്സ് കൂട്ടി തുടങ്ങി. കാര്യം അവരുടെ ഇൻപുട്ട് കോസ്റ്റ് കൂടുന്നത് കൊണ്ട്. അതും ഈ സർവേയുടെ ഒരു ഫൈൻഡിങ് ആണ്. അപ്പൊ അതുകൊണ്ട് മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടി മോണിറ്ററി പോളിസി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് RBI അത് ശ്രദ്ധിച്ചിട്ട് ചില മാറ്റങ്ങൾ മോണിറ്ററി പോളിസിയിൽ വരുത്താൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡിറ്റോറിയലാണ്, നല്ലൊരു എഡിറ്റോറിയലാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ മിഡീവൽ മൈൻഡഡ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഉത്തർപ്രദേശിൽ ഒരു ആന്റി കൺവേർഷൻ ലോ ഉണ്ട്. ഈ യോഗി ആദിത്യനാഥ് ഗവൺമെന്റ്, BJP ഗവൺമെന്റ് വരുന്ന സ്റ്റേറ്റുകളിലാണ് ഈ ആന്റി കൺവേർഷൻ ലോ ഒക്കെ കൊണ്ടുവരുന്നത്. കർണാടകത്തിൽ അത് കൊണ്ടുവന്നായിരുന്നു. ഈ ഇടയ്ക്ക് കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അവരെടുത്ത് മാറ്റി. ഈ ആന്റി കൺവേർഷൻ ലോയുടെ പേര് ഉത്തർപ്രദേശ് പ്രൊഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയൻ ആക്ട് 2021 എന്നാണ്. ഉത്തർപ്രദേശ് പ്രൊഹിബിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയൻ ആക്ട് 2021. ഈ ആക്ട് വെച്ച് അവർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ
ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള റിലീജിയസ് കൺവേർഷനെ ക്രിമിനലൈസ് ചെയ്യാണ്. റിലീജിയൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനും റിലീജിയൻ നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനൊക്കെ ഉള്ള അവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് പറയുന്നുണ്ടെങ്കിലും ഫോഴ്സ്ഫുൾ റിലീജിയസ് കൺവേർഷൻ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അത് ഒരാളുടെ എക്കണോമിക് ബാക്ക്വേർഡ്നെസ്, അയാളുടെ അസുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമയത്ത് വന്ന് നിങ്ങൾ മതം മാറും, ഞാൻ പൈസ തരാം, എന്നാൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഏറ്റെടുത്താൽ, അങ്ങനെയൊക്കെ പറഞ്ഞ ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആണ്. അപ്പം അതില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ ഉത്തർപ്രദേശിന്റെ ഈ റിലീജിയസ് കൺവേർഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ ആക്ട് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള എന്താ പറയുന്ന ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ എലമെന്റ്സ് അതിൻ്റെ അകത്തുണ്ട്. ഒന്നെന്ന് പറയുന്നത് മുമ്പ് ഈ മെയിൻലി ഉത്തർപ്രദേശിൽ റിലീജിയസ് കൺവേർഷൻ കൂടുന്നു എന്നാണ് അവിടുത്തെ ഗവൺമെന്റ് കണ്ടെത്തൽ. ഈ റിലീജിയസ് കൺവേർഷൻ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന ഈ റിലീജിയസ് കൺവേർഷൻ ഫോഴ്സ്ഫുൾ കൺവേർഷനെക്കാളും പലപ്പോഴും നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിക്കാൻ വേണ്ടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ടാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനോ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാണെങ്കിൽ ചിലപ്പോൾ ആ പെൺകുട്ടി അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാൾ ചിലപ്പം ഈ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൺവേർട്ടഡ് ആവേണ്ടി വരും. മതത്തിന്റെ ചട്ടക്കൂടൊന്നും വേണ്ട, ഈ പേഴ്സണൽ ലോസ് ഒന്നും വെച്ചല്ല നമ്മൾ കല്യാണം കഴിക്കുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണെങ്കിൽ ഒരു കൺവേർഷന്റെ ആവശ്യമില്ല. പക്ഷെ പലപ്പോഴും അങ്ങനെ അല്ല സംഭവിക്കുന്നത്. ഏതെങ്കിലും കുടുംബത്തിന്റെ നിർബന്ധം മൂലം ആരെങ്കിലും ഒരാൾ മതം മാറുന്ന സിറ്റുവേഷൻ വരും. അപ്പൊ ഇതിനെ ഇവര് ഫോഴ്സ്ഫുൾ കൺവേർഷന്റെ ഡെഫിനിഷനിലാണ് പെടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ തെറ്റാണ്. പക്ഷെ സ്റ്റിൽ ഇവര് ഉത്തർപ്രദേശിലെ ഈ പറഞ്ഞ ആക്ടിന്റെ അകത്ത് ഫോഴ്സ്ഫുൾ കൺവേർഷനാണ്. അപ്പൊ ഇതിനെ കൊടുത്തുകൊണ്ടിരുന്ന ശിക്ഷകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ പറഞ്ഞ ആക്ടിന്റെ അകത്ത് പറഞ്ഞിരുന്ന ശിക്ഷകളുണ്ട്. ഈ പണിഷ്മെന്റുകൾ പോരാ എന്നൊരു തോന്നൽ യോഗി ഗവൺമെന്റിന് ഉണ്ടായ കാര്യം ഈ പണിഷ്മെന്റ് ഒക്കെ കിട്ടിയിട്ടും അവിടെ ഇത് റൈസ് ചെയ്യുന്നു. അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പൊ പണിഷ്മെന്റ് കൂട്ടി എന്ന് വെച്ചാൽ അപ് ടു 20 years ഒക്കെ ആക്കി ഇംപ്രിസൺമെന്റ്. ഈവൻ അതും കഴിഞ്ഞ് ചിലപ്പോൾ ഫോർ ലൈഫും കൊടുക്കാം. ഫോർ ലൈഫ് അല്ലെങ്കിൽ അപ് ടു 20 years എന്നൊക്കെ ആക്കി. മുമ്പ് അത്രയൊന്നും ഇല്ലായിരുന്നു. രണ്ടാമതായിട്ട് ഇതില് മുമ്പിലത്തെ, അതായത് ഇതിന്റെ ഒറിജിനൽ ലോ വരുന്ന സമയത്ത്, അതുപോലെ ഹിന്ദു ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തതാണ്. ഒറിജിനൽ ലോ വരുന്ന സമയത്ത് ഇതില് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇവർ തങ്ങളുടെ കല്യാണം നടക്കുക പെണ്ണും ആണ് തമ്മിൽ. അപ്പൊ ഇവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ള ഇപ്പൊ അവരുടെ പേരൻസോ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ അങ്ങനെയൊക്കെയുള്ള ബ്ലഡ് റിലേഷനൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. അപ്പോഴായിരുന്നു ഈ ആക്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ആർക്കും കൊടുക്കാം കംപ്ലൈന്റ്. പുതിയ അമെന്റ്മെന്റ്സ് അനുസരിച്ച് ആർക്കും കംപ്ലൈന്റ് കൊടുക്കാന്നായി. അപ്പൊ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ആർക്കും കംപ്ലൈന്റ് കൊടുക്കാന്നാകുമ്പോ ഈ ഇന്റർ കാസ്റ്റ് അല്ലെങ്കിൽ ഇന്റർ റിലീജിയൻ മാരേജ് ഒക്കെ വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മതസംഘടനകളൊക്കെ അല്ലേ, അവർക്കൊക്കെ ആക്ട് എടുത്ത് മിസ്യൂസ് ചെയ്യാം. അവർക്ക് ആൾക്കാരുടെ പേഴ്സണൽ ഫ്രീഡത്തിലേക്ക് കയറിയിട്ട് ഇതിനെതിരെ പിന്നീട് കേസ് കൊടുക്കാൻ പറ്റും. ആ കേസിന് മേളിൽ പ്രോസിക്യൂഷൻ നടക്കും, ശിക്ഷാ നടപടികളൊക്കെ വരാം. അപ്പൊ ഇതൊക്കെ പല കാര്യങ്ങളിലും ആന്റി കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഇതിൽ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ്. ഓക്കെ, അത് നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. കാര്യം ഇതൊരു സ്റ്റേറ്റിനകത്ത് നടക്കുന്ന കാര്യമാണ്. കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ഈ എഡിറ്റോറിയലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം ഇത് പറയുന്നത് വെച്ചാൽ ഒരാള് ഇപ്പൊ പുതിയ അമെന്റ്മെന്റ് അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞേക്കുന്ന ഉത്തർപ്രദേശ് പ്രൊവിഷൻ അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയൻ ആക്ട് 2021 പുതിയ പ്രൊവിഷൻസ് അനുസരിച്ച് ജാമ്യം കിട്ടാനും പാടാണ്. ഇതില് അങ്ങനെ ആക്കി വെച്ചു. അതായത് ഒരാള് തെറ്റുകാരനല്ലെന്ന് അയാൾ സ്വയം തെളിയിക്കേണ്ടതായിട്ട് വരും. പ്രോസിക്യൂഷന് അതായത് ഒരാൾക്ക് അതുപോലെ ജാമ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷന് പിന്നീട് പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ജാമ്യം കൊടുക്കാവുള്ളതുണ്ട്. അപ്പൊ ഇനിഷ്യൽ സ്റ്റേജിൽ ജാമ്യം കിട്ടാൻ പാടായിരിക്കും. അപ്പൊ കുറച്ച് പാടാണ്. ഈ PMLA ആക്ടിലും ഇതേപോലുള്ള പ്രശ്നമുണ്ട്. അതിന്റെ പേരിലാണ് PMLA ആക്ട് ഇപ്പം ഒരുപാട് ഇഡിക്ക് പവർ കൊടുക്കുന്നതും അതുപോലെ പിന്നീട് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഇതിൽ ഒരുപാട് സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. PMLA അറിയാലോ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്. ഇതിലെ പോലെയാണ് ഇതിൽ പിന്നീട് ജാമ്യം കിട്ടാനുള്ള വ്യവസ്ഥകളെന്നാണ് പറയുന്നത്. അപ്പൊ സത്യത്തിൽ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ അതിൽ ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ വ്യവസ്ഥകളും ഉണ്ട്, ഡ്രാക്കോണിയൻ ആയിട്ടുള്ള പ്രൊവിഷൻസും ഉണ്ട് ഈ ബെയിലിന്റെ ഒക്കെ കാര്യത്തിൽ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഓക്കെ, പിന്നെ ഇന്നത്തെ ആർട്ടിക്കിൾസ് പൊതുവെ നമുക്കങ്ങനെ വലിയ ആവശ്യമുള്ള ആർട്ടിക്കിൾസ് ഒന്നുമല്ല. ഈ ആർട്ടിക്കിൾ ഉണ്ടോ, ദ സൈക്കോളജി ഓഫ് എക്സ്ട്രാവഗൻസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത് സത്യത്തില് എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂവില് അംബാനിയുടെ മോന്റെ കല്യാണം ഡിസ്കസ് ചെയ്തേക്കാം. വല്ല കാര്യമുള്ളതാണോ? എനിക്ക് തോന്നുന്നില്ല. എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂവില് അതിൽ കുറച്ച് ഇന്ത്യയിലെ അതിദരിദ്രരുടെ എണ്ണവും ഇന്ത്യയിലെ പിന്നീട് പൂറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സും പൂറും ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലുള്ള ടോട്ടൽ നാഷണൽ ലെവലിലുള്ള അസറ്റിന്റെ കണക്ക്, അതുപോലെ ഇന്ത്യയിലെ 10,000-ഓളം സൂപ്പർ റിച്ച് ആൾക്കാരുടെ കയ്യിലുള്ള അസറ്റിന്റെ കണക്കൊക്കെ എടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും അതിൽ അതാണ് പറയാൻ പോകുന്നത്. പക്ഷേ ഇതിൽ പറഞ്ഞേക്കുന്ന മുകേഷ് അംബാനിയുടെ മോന്റെ കല്യാണം, അനന്ത് അംബാനിയുടെ കല്യാണം എക്സ്ട്രാവഗന്റ് ആയിട്ട് നടത്തിയതിന്റെ ബാക്കിലുള്ള സൈക്കോളജിയൊക്കെയാണ്. അപ്പൊ അത് ആ സൈക്കോളജി പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി താഴോട്ട് വരുമ്പോ
സ്റ്റാക്ക് ബൈ പോളിയോ ഗാസ ഫേസസ് അനദർ സീജ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഇസ്രായേൽ ഹമാസ് വാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ആസ്പെക്റ്റിനെ കുറിച്ചാണ്. ഇസ്രായേൽ ഹമാസ് വാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഇഫക്ട്സ്, അതുവഴി ഉണ്ടാവുന്ന ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ക്രൈസിസ്, അതുവഴി ഉണ്ടാകുന്ന ഡെത്ത് ടോൾ എല്ലാം നമ്മൾ അതിന്റെ പേടിപ്പിക്കുന്ന കണക്കുകൾ നമ്മൾ എല്ലാ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്നത്. ഇന്നത്തെ പത്രത്തിലുണ്ട് 40-ലധികം പേര് ഇസ്രായേലിന്റെ അറ്റാക്കിൽ ഗാസയിൽ കൊല്ലപ്പെട്ടു. അവരുടെ ടോപ്പ് ലീഡർഷിപ്പും ഇപ്പൊ കൊല്ലപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇസ്മായിൽ ഹാനിയാന്റെ ഫൗണ്ടർ അല്ല, അതില് പൊളിറ്റിക്കൽ വിഭാഗത്തിന്റെ തലവൻ മരിച്ചു. അതുപോലെ അവരുടെ സൈനിക തലവൻ ഈ ഇടയ്ക്ക് മുഹമ്മദ് ദെയ്ഫ് എന്ന് പറയുന്ന ആളെ കില്ല് ചെയ്തു. അങ്ങനെയൊക്കെ അതെല്ലാം സംഭവിക്കുന്നു. ഗ്രൗണ്ട് ലെവലിൽ സിവിലിയൻസും മരിക്കുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ സൈഡിൽ ഡിസ്കസ് ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യം, നമുക്കറിയാം ഈ ബയോളജിക്കൽ വെപ്പൺ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആണ് എന്ന് മാത്രമല്ല ഇന്റർനാഷണൽ നോംസിന് അഗെയിൻസ്റ്റ് ആണ് യുദ്ധത്തിൽ ബയോളജിക്കൽ വെപ്പൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഓക്കെ, പക്ഷെ ഒരു ബയോളജിക്കൽ വെപ്പൺ ഇവിടെ ഇസ്രായേൽ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ആരോപണം എടുത്തിട്ടുണ്ടാകത്തില്ല. പക്ഷെ ഇൻഡയറക്ട്ലി ഒരു ബയോളജിക്കൽ വെപ്പൺ പോലെ ആയി പോകുന്ന ഇസ്രായേലിന്റെ ചില നടപടികൾ ഞാൻ അത് എന്താണെന്ന് വ്യക്തമാക്കി തരാം. പോളിയോ നമുക്കറിയാം, വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പോളിയോ എന്ന് പറയുന്നത്. ഈ പോളിയോ വേൾഡിൽ നിന്ന് WHO എഫേർട്സ് മൂലം ഇറാഡിക്കേറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി നമ്മൾ പോളിയോ ഫ്രീ ആയി. ഇപ്പൊ ചുറ്റിലും സഞ്ചരിച്ചാൽ പോളിയോ ബാധിച്ച കുട്ടികളെ കാണാൻ പറ്റില്ല. കാര്യം നമ്മൾ അത്രത്തോളം ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ കോ ഫൗണ്ടറായ ബിൽ ഗേറ്റ്സിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ NGO ആണ് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ. അവരുടെയും കൂടെ കോഓപ്പറേഷനോടുകൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ WHO ഡയറക്ഷനിൽ ഒരു ഭയങ്കര മാസ് പോളിയോ ഇറാഡിക്കേഷൻ പ്രോഗ്രാം നടത്തി. നമ്മൾ 2010 ഒരു 2013 വരെയുള്ള കാലഘട്ടത്തിലൊക്കെ ഭയങ്കര സംഭവം നടത്തി. എനിക്ക് 2013-14 ആ ഒരു സമയത്തെങ്ങാണ്ടാണ് ഇന്ത്യ കംപ്ലീറ്റ്ലി പോളിയോ ഫ്രീ ആയി. അതിന്റെ ഒരു ഇയർ ഉണ്ട്. ആ ഇയർ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുക. ഇയർ ഞാൻ മറന്നുപോയി. അപ്പം നമ്മൾ പോളിയോ ഫ്രീ. ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ഇതിന്റെ ഇൻസ്റ്റൻസസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇനി ലോകത്ത് ഓൾമോസ്റ്റ് പോളിയോ ഫ്രീ ആയി. ഇപ്പൊ ആകെപ്പാടെ വല്ലപ്പോഴും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മാത്രമാണ് പോളിയോ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ ഗാസയിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഗാസയില് വെള്ളത്തിൽ പോളിയോയുടെ വൈറസുകൾ കണ്ടെത്തിയതായിട്ട് IDF റിപ്പോർട്ട് ചെയ്തു. IDF എന്ന് പറഞ്ഞാല് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ്. അപ്പൊ അവിടെ ഈ ഇതിൽ type 1 type 2 അങ്ങനെയൊക്കെയുള്ള പല പല വൈറസ് ഉണ്ട്. അപ്പൊ ഈ വൈറസ് വാട്ടറിൽ കൂടെയും പകരാം. അപ്പൊ അതുകൊണ്ട് ഈ ഇസ്രായേലി പട്ടാളക്കാർക്ക് ഗാസയിലെ വെള്ളം യൂസ് ചെയ്യാനേ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാർണിംഗ് വരികയും അവർ മില്യൺസ് ഓഫ് ക്യാൻസ് ഓഫ് പാക്ഡ് വാട്ടർ ഇവർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ വാക്സിനേഷനിലെ ഡ്രോപ്പ് എന്താണെങ്കിലും ഇപ്പൊ ഈ പോളിയോക്ക് കൊടുക്കുന്ന ഇതൊക്കെ കൊടുക്കേണ്ട ഹെൽത്ത് വർക്കേഴ്സ് ഉൾപ്പെടെ ഇപ്പം ക്യാമ്പുകളിലാണ്. അറിയാമല്ലോ, അവര് ഇന്റേണലി ഡിസ്പ്ലേസ്ഡ് ആണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഡിസ്പ്ലേസ്ഡ് ആയി ക്യാമ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ താമസിക്കുകയാണ്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പോലും പോളിയോയുടെ വാക്സിൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പൊ ഇത് ഇസ്രായേലിന്റെ ഈ ഒഫൻസീവ് മുന്നോട്ട് പോകും തോറും ഇസ്രായേലിനുൾപ്പെടെ ഡേഞ്ചറസ് ആണ്. കാര്യം എന്താണെന്ന് അറിയാമോ, പാലസ്റ്റീനിൽ ഇത് പെട്ടെന്ന് പോളിയോ ഇപ്പൊ ഇതുവരെയ്ക്കും ആർക്ക് പടർന്നതായിട്ട് അവിടെ തെളിവുകളില്ല. അതിന്റെ ഒരു വൈറസ് ഫൗണ്ട് ചെയ്തതേ ഉള്ളൂ അവിടുത്തെ വാട്ടർ സാമ്പിളില്. പക്ഷെ ഇത് ഹ്യൂമൻ കൺസപ്ഷൻ വഴി ഉള്ളിലേക്ക് പോകാനും അത് മറ്റുള്ളവരിലേക്ക് പടരാനും സാധ്യതയുണ്ട്, സ്പ്രെഡ് ആവാനും. അങ്ങനെ സ്പ്രെഡ് ആയാൽ Israel will also be vulnerable because Israel is sharing border with Palestine, and also many Israeli settlements are also there in Palestine. Unauthorized ആയിട്ടുള്ള occupations ഒക്കെ. അപ്പൊ അവരും വൾണറബിൾ ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച് അവര് വേണ്ട ഇതിനെ പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള നടപടികൾ, ആ വൈറസിനെ അവിടെ നിന്ന് ഇല്ലാതാക്കാനുള്ള നടപടികൾ തുടങ്ങണം. അതിന് ഗാസയെ എക്യുപ്പ് ചെയ്യാൻ സഹായിക്കണം, പാലസ്റ്റീൻ എക്യുപ്പ് ചെയ്യാൻ സഹായിക്കണം. അതല്ലെങ്കിൽ ഇതൊരു ബയോളജിക്കൽ വെപ്പൺ പോലെ ഇസ്രായേൽ യൂസ് ചെയ്യുന്നത് പോലെ ആയി പോകുക എന്നാണ് ഇത് പറഞ്ഞത്. അല്ല, ബയോളജിക്കൽ വെപ്പൺ അവർ യൂസ് ചെയ്യുന്നതല്ല. ഇതാണ് ഈ ആർട്ടിക്കിളിൽ ഒരു കണ്ടെന്ന് പറയാം. ഓക്കെ, മെയിൻലി നമ്മൾ ഈ ഒരു പോളിയോയുടെ ക്ലസ്റ്റർ ഉള്ളത്, ഞാൻ ഈ ഇടയ്ക്ക് അതിന്റെ അതിനെ കുറിച്ച് ആർട്ടിക്കിൾ വന്നാൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളായി. ഇപ്പൊ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1 month മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പോളിയോയുടെ ഒരു ക്ലസ്റ്റർ വേൾഡിൽ ഇപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ളത് നമ്മളെ തൊട്ടടുത്ത അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമാണ്. ഓക്കെ.
പിന്നെ ഇവിടെ അടുത്ത പേജിൽ പോകുമ്പോൾ ബാലൻസിങ് കോമ്പറ്റീഷൻ ആൻഡ് സസ്റ്റൈനബിൾ അതൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഇത് സ്റ്റേറ്റ് ഓഫ് പ്ലേ നമ്മൾ പൊതുവെ ഡിസ്കസ് ചെയ്യാറില്ല. പിന്നെ ഈ ആർട്ടിക്കിൾ ഇതിനകത്ത് ഈ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ആർട്ടിക്കിളിന്റെ അകത്ത് വാട്ട് ഡു സയന്റിസ്റ്റ് മേക്ക് ഓഫ് ദ ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളാണ്. അത് ചില സയന്റിസ്റ്റുമാര് നമ്മളുടെ ബഡ്ജറ്റിനെ അനലൈസ് ചെയ്തേക്കുന്നതാണ്. സയന്റിഫിക് ഇന്നവേഷന് അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ വളർത്തുന്നതിന് റിസർച്ചിന് ഒക്കെ ഈ ബഡ്ജറ്റ് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ളത്. ഇത് ഹിന്ദുവിന്റെ അനാലിസിസ് എന്നല്ല, ചില ഓരോരോ കണ്ട തപസ്യ ശ്രീവാസ്തവ പറഞ്ഞേക്കുന്ന കുറച്ച് അഭിപ്രായങ്ങൾ. അതുപോലെ കലൈ ശെൽവി, അവര് CSIRന്റെ ഡയറക്ടറാണ്, CSIRന്റെ ഫസ്റ്റ് വുമൻ ഡയറക്ടറാണ്. അതാണ് അവരുടെ പ്രത്യേകത. കലൈ ശെൽവി തമിഴ്നാടുകാരിയാണെന്ന് തോന്നുന്നു. കലൈ ശെൽവി CSIR അറിയാമല്ലോ, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ ഫസ്റ്റ് വുമൻ ഡയറക്ടറാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ രാജേഷ് ഗോഖലെ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ സെക്രട്ടറി. അങ്ങനെ ഓരോരുത്തരും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലുള്ള ആർട്ടിക്കിളാണ്. അത് അവരവരുടെ അഭിപ്രായങ്ങളാണ്. അപ്പൊ അത് വേണമെങ്കിൽ വായിച്ചു നോക്കും നിങ്ങൾ. നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഹൗ വിക്ടിംസ് ഓഫ് ദ വയനാട് ലാൻഡ്സ്ലൈഡ് മേ എക്സ്പീരിയൻസ് ക്ലൈമറ്റ് ട്രോമ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളും കാണാം. അപ്പോ ഇനി നമുക്ക് സത്യത്തിൽ ഇന്നത്തെ സൺഡേയിൽ ഇന്നലത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ 1-2 ആർട്ടിക്കിൾസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ വയനാടിന്റെ തന്നെ ഒരു കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഇന്നലത്തെ പത്രത്തിലുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ 9 children, അതൊന്നും വേണ്ട. ന്യൂ ക്രിമിനൽ ലോസ് ആർ ബിഗ്ഗസ്റ്റ് റിഫോം ഓഫ് ദിസ് സെഞ്ചുറി സേസ് ഹോം മിനിസ്റ്റർ. ക്രിമിനൽ ലോസ് ഏതൊക്കെയാണെന്ന് അറിയാലോ. അതായത് ഇതൊക്കെയാണ്: ഭാരതീയ ന്യായ സംഹിത ഇൻ പ്ലേസ് ഓഫ് IPC ഇന്ത്യൻ പീനൽ കോഡ്, ദ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത in place of CRPC criminal procedure code, ഭാരതീയ സാക്ഷ്യ അധിനിയം ഇൻസ്റ്റെഡ് ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇത് മൂന്നുമാണ് ഇന്ത്യയിൽ ഇപ്പൊ പുതുതായിട്ട് നിലവിൽ വന്ന 3 ക്രിമിനൽ ലോസ് എന്ന് പറയുന്നത്. ഇത് ഗ്രൗണ്ടിൽ റൺ ചെയ്യാൻ തുടങ്ങിയ എന്നോട്ടാണ് ജൂലൈ 1 തൊട്ട്. ജൂലൈ 1, അത് ഒരിക്കലും മറക്കല്ല, ജൂലൈ 1, 2024 തൊട്ടാണ് ഈ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പാവാൻ തുടങ്ങിയത്. നടപ്പാക്കുന്നത് ഇങ്ങേരുടെ മിനിസ്ട്രിയാണ്, അമിത് ഷായുടെ ഹോം മിനിസ്ട്രി ആണല്ലോ. ക്രിമിനൽ ലോസ് ഒക്കെ ഇപ്പോഴും പോലീസ് ആണല്ലോ, പോലീസ് ഈസ് അണ്ടർ ഹോം മിനിസ്ട്രി, എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേക്കുന്ന ഈ സെഞ്ചുറിയിലെ ഏറ്റവും വലിയ റിഫോം ആണ് ക്രിമിനൽ ലോസ് എന്നൊക്കെ. അത് എപ്പോഴും അവരങ്ങനെയല്ലേ പറയുള്ളൂ ഭരിക്കുന്നവര്. അപ്പൊ അതിൽ ഓക്കെ, ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ക്രിമിനൽ ലോസിൽ. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് നമ്മൾ ഹിന്ദുവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിമാചൽ പ്രദേശിൽ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി കുറെ പേര് മരിച്ചതിനെ കുറിച്ചും ഒക്കെ ആ ഒരു ആർട്ടിക്കിൾ കാണാം. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് ബോഡി കോൾസ് ഫോർ ഇമ്മീഡിയറ്റ് അനൗൺസ്മെന്റ് ഓഫ് അസംബ്ലി ഇലക്ഷൻ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ സ്പെഷ്യൽ റൈറ്റ്സ് ആയിരുന്ന ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോഴാണല്ലോ ജമ്മു ആൻഡ് കാശ്മീരിനെ എന്തായിട്ട് മാറ്റിയത്? 2 യൂണിയൻ. അതുവരെ ജമ്മു ആൻഡ് കാശ്മീർ വാസ് എ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. 29 states were there in India, അല്ലെ? അപ്പോ അതില് ഇപ്പം ജമ്മു ആൻഡ് കാശ്മീർ 29 അല്ല, 25 ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് വരുന്നു 28, തെലുങ്കാനയും കൂടെ വന്ന് 29 ആയി. അതെയല്ല, 29 സ്റ്റേറ്റ്സ് ആയിട്ട്. അതിൽ ഒരെണ്ണമായിരുന്നല്ലോ ജമ്മു ആൻഡ് കാശ്മീർ. ആ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റിനെയാണ് പിന്നീട് ഈ 2019 കാലഘട്ടത്തില് ഈ സ്പെഷ്യൽ പവേഴ്സ് ഒക്കെ എടുത്ത് കളഞ്ഞപ്പം ജമ്മു ആൻഡ് കാശ്മീർ എന്നും ലഡാക്ക് എന്നും 2 യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയത്. ഇപ്പൊ 28 സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ ഉള്ളൂ. ഇനി ജമ്മു ആൻഡ് കാശ്മീരിന് വീണ്ടും സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ സെപ്റ്റംബർ ഓൾ ദ ഫോർമാലിറ്റീസ് ഓഫ് ഇലക്ഷൻ ഷുഡ് ബി കംപ്ലീറ്റഡ് എന്നാണ്. പക്ഷേ ഇനിയിപ്പോ ജൂലൈ ആയില്ലേ, ജൂലൈ അല്ല, ഓഗസ്റ്റ് ആയില്ല. അപ്പൊ സെപ്റ്റംബറിൽ എങ്ങനെ ഇലക്ഷൻ ഇനി കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഇതുവരെയും ചിലപ്പോൾ സെപ്റ്റംബറിൽ ഇലക്ഷൻ നടത്തിയാൽ മതിയായിരിക്കും. അതിന്റെ റിസൾട്ട് ഒക്കെ ചിലപ്പോൾ ഒക്ടോബറിലൊക്കെ ആയിരിക്കും. അതായത് പ്രോബ്ലം ഇല്ലായിരിക്കും. എന്തായാലും സുപ്രീം കോടതി സ്ട്രോങ് ഡയറക്ഷൻ ഉണ്ട്. ഇഫ് ഗവൺമെന്റ് അല്ല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ is not scheduling election before September, it will or by September it will be a contempt of court. അതൊരു കോടതി ഇലക്ഷൻ ആയിട്ട് മാറും. അതുകൊണ്ട് ഇലക്ഷൻ അപ്പം നടക്കുമായിരിക്കും. അപ്പം പലരും ആവശ്യപ്പെടുകയാണ് എത്രയും പെട്ടെന്ന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യണം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ MGNREG സ്കീമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫണ്ട് അലോക്കേഷനെ കുറിച്ച്. സ്റ്റേറ്റുകൾ MGNREG സ്കീമായിട്ട് ബന്ധപ്പെട്ട അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ഒന്നും കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല എന്നൊരു ഇതാണ്. അതായത് MGNREG സ്കീം എന്താണെന്ന് അറിയാലോ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. ഇന്ത്യയിൽ
സ്റ്റേറ്റ് ലെവൽ റൂറൽ ഏരിയയിൽ മാത്രമുള്ള സ്കീമാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ്. അതിന്റെ ഒരു അർബൻ വെർഷൻ ഇന്നുവരെ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അർബൻ മേഖലയിലുള്ള ആൾക്കാർക്ക് ഗുണം വന്നത്. ഇപ്പം MGNREGs ഗ്രാമങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ റൂറൽ വെർഷനിൽ എന്താ പറയുന്നത്, 100 ദിവസം അഷ്യൂർഡ് ആയിട്ട് ജോലി കൊടുക്കുന്ന. ഇപ്പം ഒരു സ്റ്റേറ്റില് 400 rupees ആണ് പെർ ഡേ വേജ് കൊടുക്കുന്നെങ്കിൽ 400 rupees ഇല്ല. മിക്ക സ്റ്റേറ്റുകളും 350ക്കും 400 ഇടയിലുള്ള എമൗണ്ടാണ് കൊടുക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് അതിൽ ഒരു അലോക്കേഷൻ കൊടുക്കും, ബാക്കി സ്റ്റേറ്റുകൾ അവർ കയ്യിൽ തരും. അപ്പോ 100 ദിവസമാണെങ്കിൽ 350 rupees വെച്ചാണെങ്കിൽ 35,000 കിട്ടണമല്ലോ. പക്ഷെ പല സ്റ്റേറ്റുകളിലും ചിലപ്പോൾ 100 ദിവസം കിട്ടത്തില്ല ജോലി. ഈ ആൾക്കാർക്ക് 100 ദിവസം കൊടുക്കാനുള്ള പ്രൊവിഷൻ കാണത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ജോലി മിസ്സായി പോകുന്ന ദിവസങ്ങൾക്ക് ഒരു അൺഎംപ്ലോയ്മെന്റ് അലവൻസ് കൊടുക്കും. ആ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് പ്രോപ്പർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല സ്റ്റേറ്റുകൾ എന്നുള്ള ഒരു ആർട്ടിക്കിളാണ്. പിന്നെ SC ആസ്ക്സ് ബാങ്ക്സ് ടു ഫൈൻഡ് MSME സ്ട്രെസ് ബിഫോർ അക്കൗണ്ട്സ് ടേൺ ടു NPA എന്നൊരു ന്യൂസ് കാണാം. MSME എന്താണ്? ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ജീവനാഡിയാണ്, അല്ലെങ്കിൽ ഒരു ലൈഫ് ലൈൻ ആണ് MSME എന്ന് പറഞ്ഞാൽ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഇന്ത്യയുടെ എക്സ്പോർട്ട്, അതായത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നുള്ള എക്സ്പോർട്ടിന്റെ ഏതാണ്ട് 40-45% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന MSME സെക്ടറാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് MSME സെക്ടർ. അതുകൊണ്ട് തന്നെ MSME സെക്ടറിന് ലോണൊക്കെ വളരെ വളരെ എന്താ പറയുക ലിബറൽ ആയിട്ടാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ഇപ്പം ഈ ഇടയ്ക്ക് ഇപ്പം വന്ന ബഡ്ജറ്റിലും അവർക്ക് ഭയങ്കര ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. അതായത് അവർക്ക് ലോണൊക്കെ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഇപ്പം വന്നിട്ടുണ്ട്. അവരുടെ മെഷീനറി ഒക്കെ വാങ്ങാൻ കോടികൾ കൊളാട്രൽ സെക്യൂരിറ്റി ഇല്ലാതെ അതിനുള്ള പ്രൊവിഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അടുത്ത സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ വന്നേക്കാണ്, അവരെടുക്കുന്ന ലോണുകൾ NPA ആയിട്ട് മാറിയാൽ ചുമ്മാ അങ്ങ് NPA ആയിട്ട് അതിനെ ഡിക്ലെയർ ചെയ്യരുത്. ആ മേഖലയുടെ ഒരു സ്ട്രെസ്, ആ മേഖലയിലുള്ള പ്രോബ്ലംസ് പഠിച്ചതിന് ശേഷമേ ബാങ്കുകൾ NPA ആയിട്ട് ക്ലാസിഫൈ ആവുള്ളൂ പറഞ്ഞത്. വാട്ട് ഈസ് NPA? I think every one of you knows about NPA because it's a very common term. It used to appear in almost all the newspapers, whether it is regional dailies or an English newspaper like Hindu. അപ്പൊ NPA is a household term in India. അപ്പൊ നമുക്കൊക്കെ അറിയാം NPA. അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, NPA is non performing asset. NPA എന്താണ്? non performing asset. ബാങ്കുകളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം, what is their asset? Their asset is their loan. Their loan they are providing to customers like us. That is their asset. അവരുടെ ലയബിലിറ്റി നമ്മളിടുന്ന ഡെപ്പോസിറ്റ് ആണ്, അതല്ലേ തിരിച്ചു തരേണ്ടത്. അതിന് അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യത്തില്ല, നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് തരിക വേണ്ട. അപ്പൊ ആ ലോൺ നമ്മൾ എടുത്തിട്ട് അപ് ടു 90 days വരെ തിരിച്ചടയ്ക്കുന്നില്ല, പ്രിൻസിപ്പളോ ഇൻട്രസ്റ്റോ ഒന്നും തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ ദാറ്റ് ലോൺ വിൽ ബി ക്ലാസിഫൈഡ് ആസ് നോൺ പെർഫോമിംഗ് അസറ്റ് ആഫ്റ്റർ ദ elapsing of 90 days by the bank. If the NPA crosses a threshold limit, prescribed by the RBI, then the bank will be in a very serious problem. Then RBI will put some stringent restrictions on this bank. അതിനെ നമ്മൾ പറയുന്നത് വെച്ചാൽ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ആണ്, PCA എന്ന് പറയും. PCA, പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ. Once the NPA level of one particular bank crosses the threshold set by Reserve Bank of India will put some stringent restrictions on this bank and that is known as PCA. PCA means prompt corrective action. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇന്ന് ബിസിനസ് പേജ് ഇല്ല, മണി വൈസ് പേജേ ഉള്ളൂ. കാര്യം മൺഡേ ആണല്ലോ, മൺഡേ ബിസിനസ് പേജ് കാണാറില്ല. പിന്നെ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ നൈജീരിയയുടെ പ്രസിഡന്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നൈജീരിയയുടെ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു ആണ്. നൈജീരിയയുടെ പ്രസിഡന്റ്. നൈജീരിയ ഇസ് ആൻ ആഫ്രിക്കൻ നേഷൻ. ബോല അഹമ്മദ് ടിനുബു. നൈജീരിയയുടെ ക്യാപിറ്റൽ അബുജയാണ്. നൈജീരിയയുടെ ക്യാപിറ്റൽ. പിന്നെ ഇവിടെ ഇസ്രായേൽ ഇതാക്കട്ടെ, ഞാൻ പറഞ്ഞത് 44 പേര് എന്നാലും ഇസ്രായേലിന്റെ അറ്റാക്കിൽ ഗാസയിൽ മരിച്ചു. പിന്നെ ലെബനനും ഇസ്രായേലും തമ്മിൽ പ്രോബ്ലം ആണ്. അപ്പൊ ഫോറിൻ നാഷണൽസ് ഒക്കെ ലെബനൻ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ ഇന്റർനാഷണൽ പേരൊന്നും പറയാനില്ല. ഒളിമ്പിക്സിൽ ഇന്ത്യ 3 മെഡൽ തുടക്കത്തിൽ നേടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരുപാട് മെഡൽസ് ഒക്കെ നേടുന്നു. പക്ഷെ ഇന്ത്യ ഫൈനൽ ഹേർഡിൽ നമ്മൾ പിന്നോക്കം, അതായത് 4ാം സ്ഥാനത്ത് ഒരുപാട് പേര് ഫിനിഷ് ചെയ്യുന്നുണ്ട്. 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താലേ ബ്രോൺസ് കിട്ടും. 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തെല്ലാം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 8 മെഡലെങ്കിലും ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ
ഇന്ത്യക്കാരുടെ ആ ഒരു എന്താ പറയുന്ന കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ ഇനി ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട്. പിന്നെ നമ്മൾ ഈ ഗാലറിയിൽ നിന്ന് ഡയലോഗ് അടിക്കുന്ന പോലെ അല്ല, ഇതൊക്കെ കുറച്ച് ഭയങ്കര മെന്റൽ പ്രഷറൊക്കെ ഉള്ള കാര്യമാണ്. നമ്മൾ പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ആയി വരുമായിരിക്കും. ഇപ്പം മെഡൽസ് എന്തായാലും കിട്ടി തുടങ്ങിയല്ലോ. ഒളിമ്പിക്സിന്റെ കാര്യങ്ങളിലും ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊന്നും പറയാനില്ല. മറ്റ് ഇന്ത്യ തോറ്റ കാര്യങ്ങളെ പറയാവുള്ളൂ. പിന്നെ ബംഗ്ലാദേശിൽ വീണ്ടും ആന്റി ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ബംഗ്ലാദേശ് ഈസ് അണ്ടർ വെരി സീരിയസ് പ്രോബ്ലം ബിക്കോസ് ഷെയ്ഖ് ഹസീന ഈസ് ഇൻ എ വെരി വൾണറബിൾ പൊസിഷൻ. ഷെയ്ഖ് ഹസീന ഇസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ്. She never met such kind of resistance during her almost 15, എനിക്ക് തോന്നുന്നു 15 അല്ലെങ്കിൽ 13 ഇയർ ആയി അവർ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട്. അപ്പോൾ ആ ഒരു പീരീഡ് എടുത്ത് നോക്കിയാൽ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് ആണ് ഇപ്പോൾ ഈ ഇടയ്ക്ക്. ആന്റി റിസർവേഷൻ പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് അവിടുത്തെ യൂത്ത് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ റിസർവേഷനൊക്കെ ഏതാണ്ട് ഫുള്ളി സുപ്രീം കോടതി ഈ ഇടയ്ക്ക് സ്ട്രൈക്ക് ഡൗൺ ചെയ്തിരുന്നു. അപ്പോൾ ആ പ്രൊട്ടസ്റ്റ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ആയിരുന്നു. അത് വീണ്ടും ഇപ്പോൾ ഭയങ്കര പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്ട് 250 പേരോളം ആദ്യത്തെ പ്രൊട്ടസ്റ്റ് മരിച്ചായിരുന്നു. ഇന്നലെ വീണ്ടും 97 ആൾക്കാർ. അത് വളരെ വിഷയമാണ് അവിടെ. ഓക്കെ, പിന്നെ കേരള പുഷസ് ഫോർ നാഷണൽ ഡിസാസ്റ്റർ ടാഗ് ഫോർ ലാൻഡ്സ്ലൈഡ്. എന്തുകൊണ്ടാണ് കേരളം ഈ വയനാടിലെ ഡിസാസ്റ്ററിനെ നാഷണൽ ഡിസാസ്റ്റർ എന്ന് ഡിക്ലെയർ ചെയ്യണമെന്ന് പറയുന്നത്? അപ്പം റീഹാബിലിറ്റേഷനൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബാധ്യതയായിട്ട് മാറും. അപ്പൊ അതില് ഫണ്ടിങ് ഒക്കെ ഫുള്ളി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതായത് ഈ പോളവാരം പ്രോജക്ട് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് ആന്ധ്രാപ്രദേശിൽ. ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് പോളവാരം പ്രോജക്ട്. നർമ്മദ നദിയിലാണ്, ഗോദാവരി നദിയിലാണ് ആ പോളവാരം പ്രോജക്റ്റ് വരുന്നത്. ഗോദാവരി നദിയിൽ POLAVARA. ഈ പോളവാരം പ്രോജക്റ്റിന് നാഷണൽ പ്രോജക്ട് സ്റ്റാറ്റസ് ഉണ്ട്. നാഷണൽ പ്രോജക്ട് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ ഫുൾ ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. അപ്പം സ്റ്റേറ്റിനൊന്നും ചെയ്യേണ്ട. അല്ലാത്ത പ്രോജക്റ്റുകളിലെ സെൻട്രൽ ഗവൺമെന്റ് ഏതാണ്ട് 60% ഒക്കെ ഫണ്ടിങ്ങും ബാക്കി 40% സ്റ്റേറ്റും ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ നാഷണൽ ഡിസാസ്റ്റർ ഡിക്ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ നയാബ് സിംഗ് സൈനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നയാബ് സിംഗ് സൈനി. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ആസാമിലെ ഗവൺമെന്റ് ജോബുകളെല്ലാം ആസാമികൾക്ക് മാത്രം റിസർവ് ചെയ്യുന്ന ഒരു നിയമം അവിടെ കൊണ്ടുവരാൻ പോയാണെന്നാ പറയുന്നത് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഹിമാന്ത ബിശ്വ ശർമ്മ. പിന്നീട് ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ന്യൂസ് പേപ്പർ. ഇനി ഇന്നലത്തെ ന്യൂസ് പേപ്പർ നോക്കാം. ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ FCRA ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. FCRA നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആക്ട് ആണ്. ഇപ്പൊ വാർത്തകളിൽ എപ്പോഴും നിറയുന്ന ഒരു ആക്ട് ആണ് FCRA, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. FCRA എന്താണ്? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. എന്താണ് FCRA അല്ലെങ്കിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്? ആ പേര് തന്നെയുണ്ട്, ഫോറിൻ കോൺട്രിബ്യൂഷൻ. വിദേശത്തു നിന്നുള്ള ഇങ്ങോട്ടുള്ള പണം സ്വീകരിക്കൽ റെഗുലേറ്റ് ചെയ്യാനുള്ള ആക്ട്. അപ്പൊ വിദേശത്ത് നിന്ന് പണം ഇങ്ങോട്ട് സ്വീകരിക്കുന്ന മെയിൻലി ആൾക്കാരാണ്? നമ്മളെ വീട്ടില് നമ്മുടെ പേരൻസ് ഒക്കെ ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ളവർ ഇങ്ങോട്ട് അയക്കുക. അതല്ല, അതിനെ റെഗുലേറ്റ് ചെയ്യാനല്ല. ഇന്ത്യയിൽ മെയിൻലി അങ്ങനെ ഫോറിൻ കോൺട്രിബ്യൂഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത് NGOs ആണ്. NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. NGO എന്താണ്? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഈ NGOs ആണ് മെയിൻ ആയിട്ട് പൈസ വിദേശത്ത് നിന്ന് സ്വീകരിക്കുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറെ സ്ട്രിഞ്ചന്റ് പ്രൊവിഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം അതുമൂലം പല NGOസിന് ഇപ്പൊ ഫോറിൻ കൺട്രീസിന് പണം സ്വീകരിക്കാൻ പറ്റാതെ ഇതിന്റെ പേരിൽ മോഡി ഗവൺമെന്റ് ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഇതിൽ പറയുന്നത്. ആ ഇൻസിഡന്റ് നമ്മൾ അറിയേണ്ട FCRA എന്താണെന്ന് പറഞ്ഞിരുന്നാൽ. പിന്നെ വേറെ ആ പേജിലൊന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഹിമാചൽ പ്രദേശിലെ ക്ലൗഡ് ബേർഡ്സിനെ കുറിച്ചും ഒക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ആ പേജിൽ നമുക്ക് ആവശ്യമുള്ളൊന്നുമില്ല. സെന്റർ ഡിനൈഡ് മീ ക്ലിയറൻസ് ടു വിസിറ്റ് പാരീസ്. പഞ്ചാബ് CM പാരീസിൽ ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കുന്നിടത്ത് പോകാൻ പഞ്ചാബ് ചീഫ് മിനിസ്റ്ററിനെ സെൻട്രൽ ഗവൺമെന്റ് ക്ലിയറൻസ് ഡിനൈ ചെയ്തതാണ് പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭഗവത് മാൻ. പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭഗവത് മാൻ. AAP എന്ന് പറഞ്ഞ പാർട്ടിയുടെ ലീഡറാണ്, ആം ആദ്മി പാർട്ടിയുടെ. പിന്നെ ഇവിടെ DY ചന്ദ്രചൂഡിന്റെ ഫോട്ടോ കാണാം, ഇന്ത്യയുടെ സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം പറഞ്ഞേക്കുന്നത് പ്രോസസ് ഓഫ് ലിറ്റിഗേഷൻ ഫ്രീക്വന്റ്ലി ബിക്കംസ് എ പണിഷ്മെന്റ്. അത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇപ്പോഴേ പറഞ്ഞുള്ള കാര്യത്തിൽ മാത്രമാണ് അതിശയം. മുമ്പേ പറയേണ്ട ഒരു കാര്യമാണ്.
ഈ ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞ നിയമ നടപടികൾ എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പോലുള്ള ഒരാള് ഇപ്പൊ ഒരു ഒരു കേസിൽ നമുക്ക് പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും അഗ്രീവഡ് ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും കേസിന് പോകുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും കോടതി വരാന്തകൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നതുകൊണ്ട് തന്നെ അതൊരു പണിഷ്മെന്റ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്നാണ്. ഇപ്പൊ ക്രിമിനൽ അതായത് ഇപ്പം കൊലപാതകം അങ്ങനെയുള്ള കാര്യത്തിലൊന്നും നടക്കത്തില്ല ഇന്ത്യയിലെ സിസ്റ്റത്തിൽ. അതേസമയത്ത് ഇപ്പം ചീറ്റിംഗ് കേസ്, ഫോർജറി അങ്ങനെയുള്ള കേസുകളുണ്ട്, അല്ലെങ്കിൽ മറ്റ് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇതിനെയൊക്കെ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് നടത്താൻ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതായത് ഈ ലോക് അദാലത്തുകളൊക്കെ നടത്തി. ലോക് അദാലത്ത് എന്നൊക്കെ പറയുന്ന സംഭവം ഇപ്പൊ എന്താ സുപ്രീം കോടതി നടത്തിയായിരുന്നു, അങ്ങനെ കുറെ കേസുകൾ പരിഹരിച്ചു. അപ്പൊ അതിനെ കുറിച്ചാണ്. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ഇന്ത്യയിലെ ഗവർണേഴ്സിന്റെ ഒരു കോൺഫറൻസ് ഇന്നലെയും മിനിഞ്ഞാന്നായിട്ട് ഡൽഹിയിൽ നടന്നു. അതിനെക്കുറിച്ച് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്. അതിനെക്കുറിച്ചൊരു ന്യൂസ് അവിടെ കാണാം. അപ്പൊ എവിടെയാണ് ഗവർണേഴ്സിന്റെ കോൺഫറൻസ് നടന്നത്? ഇന്ത്യയിലെ മുഴുവൻ ഗവർണേഴ്സിന്റെയും ന്യൂഡൽഹിയിലാണ്. പിന്നെ ഇവിടെ ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇപ്പോ ഒരു ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചറൽ എക്കണോമിസ്റ്റുകളുടെ ഒരു മീറ്റിംഗ് നടന്നു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചറൽ എക്കണോമിസ്റ്റുകളുടെ ഒരു മീറ്റിംഗ് നടന്നു. അത് ഡൽഹിയിലാണ് നടന്നത്. അത്തരത്തിലുള്ള ഒരു കോൺഫറൻസ് ഇന്ത്യയിൽ 65 വർഷത്തിന് ശേഷമാണ് നടക്കുന്നത്. 65 ഇയേഴ്സിന് ശേഷമാണ് ഈ ഒരു മീറ്റിംഗ് ഇന്ത്യയിൽ നടക്കുന്നത്. സോ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചറൽ എക്കണോമിസ്റ്റ് അത് ഇനാഗുറേറ്റ് ചെയ്യുന്ന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. അത്രയും പ്രാധാന്യം ഉണ്ടെങ്കിലല്ലേ പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റ് ചെയ്യൂ. കൂടെ ഇരിക്കുന്ന അഗ്രികൾച്ചർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. അപ്പൊ ഇന്ത്യ അഗ്രികൾച്ചർ മേഖലയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഇംപ്രൂവ്മെന്റ്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞേക്കുന്നു. ഇപ്പൊ ഇന്ത്യ വേൾഡിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. നമ്മളുടെ അഗ്രികൾച്ചർ അച്ചീവ്മെന്റ്സ്, അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫിഷറീസ് അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി മേഖലയിലെ അച്ചീവ്മെന്റ്സ് ആണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മിൽക്ക് ഇന്ത്യയാണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പൾസസ് ഇന്ത്യയാണ്. സ്പൈസസ് ഇന്ത്യയാണ്. അതുപോലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, അതായത് വീറ്റിന്റെയും റൈസിന്റെയും ഒക്കെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആഫ്റ്റർ ചൈന, അതൊക്കെ ഇന്ത്യയാണ്. അപ്പം കോട്ടൺ അതിന്റെയൊക്കെ. അപ്പൊ അതൊക്കെ ഇന്ത്യ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഉണ്ടാക്കിയ അച്ചീവ്മെന്റ്സ് ആണ്. അപ്പൊ അതില് പങ്കെടുത്ത വ്യക്തികളുടെ പേര് നോക്കുമ്പോൾ നിതി ആയോഗിലെ ഒരു മെമ്പർ രമേശ് ചന്ദ് ഒരു മെമ്പറാണ്, പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR, ഞാൻ ICMR പോലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോഡിയാണ് ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. അതിന്റെ ചീഫാണ് ഹിമാൻഷു പഥക്. ആരാണ്? ഹിമാൻഷു പഥക്. അദ്ദേഹത്തിന്റെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. പിന്നെ ഇവിടെ പറയാനുള്ള വേറൊരു സംഭവം എന്ന് പറഞ്ഞാല്, ഭരതനാട്യത്തിന്റെ വലിയൊരു എക്സ്പോണന്റ് ആയിരുന്ന യാമിനി കൃഷ്ണമൂർത്തി മരിച്ചുപോയി. അവരുടെ 83-ാം വയസ്സിൽ. ഒരു ആന്ധ്രക്കാരി ആയിരുന്നു, പക്ഷെ അവരുടെ ജീവിതം കൂടുതലും ഡൽഹിയിലായിരുന്നു. അപ്പം യാമിനി കൃഷ്ണമൂർത്തി ഇന്ത്യയിലെ റെനൗണ്ട് ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. അവർ മരിച്ചതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. അതിനടുത്ത പേജ് പോകുമ്പോൾ ബിസിനസ് പേജില് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രോഫിറ്റ് 17,035 crores ആയിട്ട് കൂടി. ചെറിയൊരു കൂടുതലാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, കഴിഞ്ഞ ക്വാർട്ടറിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഏതാണ്ട് എന്തായാലും ഈ വർഷം ഒരു 80,000 crores പ്രോഫിറ്റ് ഉണ്ടാക്കും. 70,000 crores ഉണ്ടാക്കുന്ന യാതൊരു സംശയമില്ല ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ അതിനെ കുറിച്ച് അസറ്റ് ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ല, NPA കാര്യങ്ങൾ എവിടെയും പറയുന്നുണ്ട്, നോൺ പെർഫോമിംഗ് അസറ്റിന്റെ കാര്യമൊക്കെ. ഒരു ബാങ്കിന്റെ ഹെൽത്ത് ഡിസൈഡ് ചെയ്തത് അതിന്റെ NPA ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, ഗ്രോസ് NPA. പിന്നെന്താണ്, ഇതൊക്കെ എവിടെ പറയാവുള്ളൂ. അതിനടുത്ത പേജ് ഇന്റർനാഷണൽ പേജ് ആയില്ല. ഇത് സൺഡേയിലെ ന്യൂസ് പേപ്പർ അല്ലേ? സൺഡേ ന്യൂസ് പേപ്പറിൽ എപ്പോഴും സയൻസ് പേജ് കാണും. സയൻസ് പേജ് താല്പര്യമുള്ളവർ നോക്കിയോ, അതിൽ ആവശ്യമുള്ള ആർട്ടിക്കിൾസ് ഒക്കെ കാണും. പക്ഷെ അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് പലപ്പോഴും അവോയ്ഡ് ചെയ്ത് വിടുന്നത്. അതിന്റെ ആവശ്യം ഇല്ല എന്നല്ല എന്റെ അർത്ഥം, അതിന്റെ ആവശ്യമുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പോ വൈ ഡിഡ് കോർട്സ് റീവിസിറ്റ് ബാർ ഓൺ സബ്കോട്ട എന്നൊരു ആർട്ടിക്കിൾ കാണാം. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എഡിറ്റോറിയലായിട്ട് ഡിസ്കസ് ചെയ്തതാണ് സബ്കോട്ടയുടെ ആവശ്യകത. അതായത് പെസി എന്ന് പറഞ്ഞ ഒരു ഹോമോജനസ് കമ്മ്യൂണിറ്റി അല്ല, അതൊരു ഹെട്രോജനസ് കമ്മ്യൂണിറ്റി തന്നെയാണ്. അവര് ഹിസ്റ്റോറിക്കലി ഒരുപാട് ഡിസ്ക്രിമിനേഷൻ നേരിട്ടിരുന്ന ഒരു കാര്യമാണെന്നുള്ള മാത്രമാണ് അവരുടെ ബൈൻഡിങ് ഫാക്ടർ എന്ന് പറയുന്നത്. എല്ലാ SC കമ്മ്യൂണിറ്റീസും ഒരേ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഡിസ്ക്രിമിനേഷൻ നേരിട്ടുന്നുള്ള മാത്രമാണ് ഒരു കോമൺ ഫാക്ടർ.
അത് മാറ്റി നിർത്തി അത് ഹെട്രോജനസ് തന്നെയാണ്. അവരുടെ ടോട്ടൽ റിസർവേഷൻ എത്രയാണ് പഠിച്ചു വെച്ചാൽ 15% ആണ്. അതുകൊണ്ട് തന്നെ ഈ 15% റിസർവേഷൻ ഒരു ഹോമോജനസ് കമ്മ്യൂണിറ്റിയെ പോലെ എടുത്തിട്ട് ഒരുമിച്ചങ്ങ് കൊടുക്കുന്ന സിസ്റ്റം ഇന്ത്യയിൽ നിലവിലിരിക്കുന്നത് തെറ്റാണ്. അത് സബ് കാറ്റഗറൈസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിലെ സുപ്രീം കോടതിയിലെ 6-1 മെജോറിറ്റി ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ആന്ധ്രാപ്രദേശിലെ ഒരു കേസിൽ നിന്നാണ്. 1999 ആന്ധ്രാപ്രദേശിൽ ഷെഡ്യൂൾ കാസ്റ്റ് റാഷണലൈസേഷൻ ഓഫ് റിസർവേഷൻ ഓർഡിനൻസ് 1999 വരുന്നു. അത് എക്സാക്ട്ലി ഇതാ ചെയ്തത്. ദളിത്തിന്റെ പിന്നീട് റിസർവേഷന്റെ സബ് കാറ്റഗറൈസേഷൻ SC കമ്മ്യൂണിറ്റിയുടെ. പക്ഷെ അതിനെതിരെ കോടതി കേസിന് പോയി. അപ്പൊ കേസ് കോടതി ഈ ആന്ധ്രാപ്രദേശിന്റെ ഈ ഒരു നിയമത്തിന് അവര് എടുത്തു കളഞ്ഞു. അതിന്റെ കാര്യം അവർ പറഞ്ഞത് 341 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 341 ഈ ഷെഡ്യൂൾ കാസ്റ്റിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ആ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടി. So only Indian Parliament can tinker with that list with the majority support of Indian Parliament. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. So states cannot tinker with that Article 351 listed SC list. So അവരൊരു ടിങ്കറിംഗ് ആണല്ലോ ഈ സബ് കാറ്റഗറൈസേഷൻ എന്നാണ് വിധി വന്നത്. അപ്പൊ പിന്നീട് വേറെ വല്ല കേസസും പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനെ റിവ്യൂ ചെയ്യാനൊരു പ്രധാന കാരണം തമിഴ്നാട്ടില് അരുന്ധതിയാർ എന്ന് പറയുന്ന ഒരു SC/ST വിഭാഗമുണ്ട്. അത് ഇന്നലെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് അതിൽ പറഞ്ഞു. അരുന്ധതിയാർ എന്ന് പറയുന്ന വിഭാഗത്തിന് അവർ ഇതുപോലെ സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവന്നു SC-ക്കകത്ത് തന്നെ. ആ സബ് കാറ്റഗറൈസേഷൻ കോടതി ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടപ്പോൾ കോടതിയിൽ ഒരു ഭിന്നാഭിപ്രായമൊക്കെ ഉണ്ടായി. പഴയ ഈ ജഡ്ജ്മെന്റ്, ഈ ആന്ധ്രയുടെ കേസിൽ വന്ന ജഡ്ജ്മെന്റിനെ റിവ്യൂ ചെയ്യണമെന്ന അഭിപ്രായം ഉണ്ടായി. അങ്ങനെയാണ് ഈ കേസ് ലാർജർ ബെഞ്ചിലേക്ക് പോകുന്നത്, 7 ജഡ്ജ് ബെഞ്ചിലേക്ക്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള 7 ജഡ്ജ് ബെഞ്ചിലേക്ക്. അപ്പൊ അവരിൽ നിന്നാണ് ഈ സബ് കാറ്റഗറൈസേഷന്റെ വിധി വന്നേക്കുന്നത്. അപ്പൊ സബ് കാറ്റഗറൈസ് ചെയ്യാന്നാണ്. പക്ഷെ സബ് കാറ്റഗറൈസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ പുതുതായിട്ട് ഷെഡ്യൂൾ കാസ്റ്റ് ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ ഷെഡ്യൂൾ കാസ്റ്റ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിലോ അതായത് ഈ 341 എന്ന് പറയുന്ന സംഭവത്തിന്റെ അകത്ത് ആർട്ടിക്കിൾ 341 അകത്ത് പറഞ്ഞേക്കുന്ന ലിസ്റ്റിന് ആ രീതിയിൽ അഡീഷനോ ഡിലീഷനോ ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ്സ് ഹാവ് നോ റൈറ്റ്. ഓൺലി ദ ഇന്ത്യൻ പാർലമെന്റ് ഹാസ് ദ റൈറ്റ് ടു add or delete communities from the Article 341 listed schedule caste list. അല്ലെ ഷെഡ്യൂൾ കാസ്റ്റ്. പക്ഷേ സ്റ്റേറ്റേക്ക് എന്ത് ചെയ്യാൻ പറ്റും? സബ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും എന്നാണ്. പിന്നെ ക്രീമി ലെയറിന്റെ കാര്യം ഇവിടെ പറഞ്ഞു പോയി. പക്ഷെ അവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയറക്ഷൻസ് ഒന്നും സ്റ്റേറ്റ് കൊടുത്തിട്ടില്ല. അത് ക്രീമി ലെയർ ഞാൻ പറഞ്ഞു. ഇതിൽ എക്കണോമിക്കലി റിച്ച് ആയിട്ടുള്ള വിഭാഗമുണ്ട്, അവരെടുത്ത് മാറ്റണം. IAS ഓഫീസേഴ്സ് ഉണ്ട് ഇതിൽ SC കമ്മ്യൂണിറ്റിയിൽ നിന്ന്. അവരെ മക്കളെയും ഇപ്പോൾ സിസ്റ്റം അനുസരിച്ച് താഴത്തെ പാവപ്പെട്ട കളയ്ക്കാൻ പോകുന്ന ഡെയിലി വേജ് ഏണറായിട്ടുള്ള SC കാറ്റഗറിയിലുള്ള ആളുടെ മക്കളെ ഒരേ രീതിയിലാണ് റിസർവേഷൻ കാര്യത്തിൽ പരിഗണിക്കുന്നത്. ദാറ്റ് ഈസ് ആൻ ഇൻജസ്റ്റിസ്, ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ഇക്വാലിറ്റി വിച്ച് വാസ് എൻഷ്രിൻഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആണ്. പക്ഷെ എന്നാലും ഒരു ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കോടതിയിൽ നിന്ന് വന്നിട്ടില്ല ക്രീമി ലെയറിന്റെ കാര്യത്തിൽ. OBCയുടെ കാര്യത്തിൽ അതുണ്ട്. അതുകൊണ്ടാണ് OBC ക്രീമി ലെയറൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങേണ്ടി വരുന്നത്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. പിന്നെ ഹൗ ക്യാൻ വയനാട് റെഡ്യൂസ് ലാൻഡ് സ്ലൈഡ് റിസ്ക് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുണ്ട്. വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് വയനാടിന്റെ കേരളത്തിൽ തന്നെ ഓൾമോസ്റ്റ് 50% ലാൻഡ് സ്ലൈഡ് പ്രോൺ ആണ്. വയനാടിന്റെ ഏതാണ്ട് 31.5% ലാൻഡ് സ്ലൈഡ് പ്രോൺ ആണ്. ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ എന്ന് പറയുമ്പോൾ അത് ഡ്യൂ ടു എൻവയോൺമെന്റ്, അതിന്റെ ഡ്യൂ ടു ദ ജിയോഗ്രഫിക്കൽ ടോപ്പോളജി കൊണ്ടും അങ്ങനെ ഉണ്ടാവാം. പിന്നെ ആന്ത്രോപോളജിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടും ഉണ്ടാവാം. 2 രീതിയിലും ഈ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ കൈയിരിപ്പ് കൊണ്ടും അതുപോലെ തന്നെ നമ്മളുടെ ഈ ടോപ്പോഗ്രഫി കൊണ്ടും. അപ്പോൾ നമ്മളുടെ കൈയിരിപ്പ് എന്ന് പറയുമ്പോൾ ഈ കൺസ്ട്രക്ഷൻ, അതുപോലെ മോണോക്രോപ്പിംഗ് പാറ്റേൺ. ഈ മോണോക്രോപ്പിംഗ് പാറ്റേൺ വയനാട്ടിൽ സംഭവിച്ചൊരു കാര്യം, ബ്രിട്ടീഷുകാരുടെ പീരീഡ് തൊട്ട് ടീ പ്ലാന്റേഷൻസ് അവിടെ വന്നതാണ്. ആ ടീ പ്ലാന്റേഷൻസ് കൂടി കഴിഞ്ഞൊരു 10-50 വർഷം കൊണ്ട് ടീ പ്ലാന്റേഷന്റെ ഏരിയ 1800%, 18 മടങ്ങാണ് ഇൻക്രീസ് ചെയ്തത്. അതുപോലെ ഫോറസ്റ്റ് കവർ അതുവഴി 62% കുറയും ചെയ്തു. മോണോക്രോപ്പിംഗ് വരുമ്പോൾ എസ്പെഷ്യലി ഈ ടീ പ്ലാന്റേഷൻസ് ഒക്കെ വരുമ്പോൾ ഫോറസ്റ്റിനെ നശിപ്പിച്ചുകൊണ്ടല്ലേ ഇത് വരുന്നത്. അപ്പൊ ട്രീ കവർ കുറയത്തില്ലേ? ഈ ടീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ട്രീ കവറാണ്. അപ്പോൾ അപ്പം അതിങ്ങനെ ഷ്രബ്സിന്റെ വിഭാഗത്തിലേ വരുവുള്ളൂ. അപ്പം അങ്ങനെയാണ് ഇത് ഈ നമ്മളുടെ ഹ്യൂമൻ ഇന്റർവെൻഷൻ കൊണ്ട് മെയിൻലി ഈ പ്രശ്നം വരുന്നത്.
പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഇതുകൊണ്ട് ഉണ്ടാകുന്ന നമ്മൾ അതും മെയിൻലി നമ്മളുടെ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചും ഉണ്ട്, അല്ലാത്ത മെയിൻലി അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ മുമ്പ് ഈ പതുക്കെ ഒരു ഡ്രിസ്ലിംഗ് പോലെ ആയിരുന്നു നമ്മളുടെ ഇടയ്ക്കിടയ്ക്ക് ഉറച്ചു പെയ്യും, എന്നിട്ട് പിന്നെ ഡ്രിസ്ലിംഗ് ത്രൂ ഔട്ട് എ സീസൺ അങ്ങനെയൊക്കെ ആയിരുന്നു, മഴത്തുള്ളികൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ 90% സമയത്ത് കംപ്ലീറ്റ്ലി ഡ്രൈ ആൻഡ് വെരി വെരി വാം വെതർ, ഒരു വെള്ളത്തിന്റെ അംശം പോലും ഇതിലില്ലാത്ത. ബാക്കി ടൈമിൽ ഒരു 10% സമയത്ത് ഹെവി റൈൻ ലൈക്ക് ക്ലൗഡ് ബേഴ്സ്റ്റ്, ഒരു ഫോർ എ ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ടൈം ഈ റെയിൻ അങ്ങ് ഭയങ്കരമായിട്ട് എടുത്ത് ചരിക്കും, അതിനാണ് ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മളുടെ മണ്ണിൽ വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റിയും കുറയും, അപ്പൊ അതും ലാൻഡ് സ്ലൈഡിന് കാരണമാവും. അതെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം? കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞാൽ 6 സ്റ്റേറ്റുകളിൽ കൂടിയാണ് വെസ്റ്റേൺ ഗട്ട്സ് കടന്നു വന്നത്. ഏതാണ്ട് 1,29,000 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഇതെന്ന് പറയുന്നത്. ഇതിനെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്തപ്പോൾ അതിന് EZ1, EZ2, EZ3 എന്ന് അദ്ദേഹം തിരിച്ചു. EZ എന്ന് പറഞ്ഞാൽ ESS എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി സെൻസിറ്റീവ് സോൺസ്, അത് 1, 2, 3. ഈ ആദ്യത്തെ 1ലും 2ലും ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷനോ മൈനിങ് ആക്ടിവിറ്റീസോ ഹൈഡ്രോ പവർ പ്രൊജക്റ്റോ ഒന്നും നടപ്പാക്കാൻ പാടില്ല, മേജർ റോഡ്സോ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ ടൂറിസം പോലും വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ESS3 മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ. പക്ഷെ ഇതിനെതിരെ വൻ പ്രതിഷേധമുണ്ട്. പക്ഷെ ഈ പ്രതിഷേധക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം, അവർ പറഞ്ഞത് ശരിയില്ല, അവർ ജനിച്ച മണ്ണാണ്. അപ്പം അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്ന് വെച്ചാൽ അവർ അവിടെ താമസക്കാർ മാത്രമായി മാറും, വേറെ ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ സ്റ്റേറ്റുകൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ തള്ളിയാണ്. എന്നിട്ടാണ് ISROയുടെ പഴയ ചെയർമാനായിരുന്ന കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വരുന്നത്. അദ്ദേഹം ഇതിനെ വാട്ടർ ഡൗൺ ചെയ്യും. വാട്ടർ ഡൗൺ ചെയ്തിട്ട് ഈ മൊത്തം വെസ്റ്റേൺ ഗട്ട്സിൽ ഇങ്ങനെ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ചെയ്തിരുന്നത് നല്ലതായിരുന്നു, പക്ഷെ പ്രാക്ടിക്കലി പോസിബിൾ അല്ലല്ലോ. 37% സ്ഥലത്ത് മാത്രം മതി എന്ന് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യും. മൊത്തം ഇതിനെയും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യേണ്ട 37% ഏരിയ മാത്രം അങ്ങനെ ക്ലാസിഫൈ ചെയ്താൽ ആര് വരും? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് ശേഷം കസ്തൂരി രംഗൻ കമ്മിറ്റി. പക്ഷെ ആദ്യം സ്റ്റേറ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല. അതിന്റെയൊക്കെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇനി പറയുന്നത്. അപ്പൊ ഇനി കൂടുതലായിട്ട് വായിക്കണമെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക, ഇതാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊഫൈൽസ് പേജ് എല്ലാ സൺഡേയും വരുന്നതാണ്. അതിൽ ഷെയ്ഖ് ഹസീനയെ കുറിച്ച്, അവരുടെ പാർട്ടി അവാമി ലീഗിനെ കുറിച്ചുണ്ട്. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞുള്ളൂ, ബംഗ്ലാദേശി പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന ഈസ് ഫേസിങ് ദ ചലഞ്ച് ഓഫ് ഹെർ ലൈഫ്. ഏറ്റവും വലിയ അവരുടെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ചലഞ്ചാണ് ഈ യൂത്തിന്റെ പ്രൊട്ടസ്റ്റ്, അതിനെക്കുറിച്ച്. പിന്നെ മനു ബാക്കറിനെ കുറിച്ച് വലിയൊരു ആർട്ടിക്കിളുണ്ട്. മനു ബാക്കർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഷൂട്ടിങ്ങിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഇന്ത്യൻ വുമൻ, 2 തവണ ഒരേ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമനെന്നോ മാനെന്നോ ആരായിരുന്നാലും അവരാണ് ആദ്യത്തെ ഇന്ത്യൻ. പിന്നെ നെക്സ്റ്റ് പേജ്, വേൾഡ് പേജ് പോകുമ്പോൾ അൽഷബാബ് എന്ന് പറഞ്ഞൊരു ടെറർ ഗ്രൂപ്പ്, അത് സൊമാലിയിലുള്ള ടെറർ ഗ്രൂപ്പാണ്. അവർ സൊമാലിയുടെ ക്യാപിറ്റലായ മൊഗാഡിഷുവിൽ ഒരു അറ്റാക്ക് നടത്തി, ഒത്തിരി പേര് മരിച്ചു. അൽഷബാബ് ഗ്രൂപ്പ്, അതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ കാണാം. പിന്നെ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉൺ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. കിം ജോങ് ഉൺ. പിന്നെ വേറെ ബംഗ്ലാദേശിലെ പ്രൊട്ടസ്റ്റുകളെ കുറിച്ചുള്ള ന്യൂസും കാണാം. പിന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ സാധ്യതകളെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ് അടുത്ത പേജുകളിൽ. പക്ഷെ മെഡലൊന്നും കിട്ടാത്തോണ്ടൊന്നും പറയാനില്ല. പിന്നെ മറ്റ് പേജുകളിലേക്ക് പോകുമ്പോൾ ഇല്ല, വേറെ ഒന്നുമില്ല. നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ഇന്നലത്തെയും ന്യൂസ് പേപ്പർ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് തീർത്തേക്കാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, കമന്റ്സ് പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.